നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം രാത്രിയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുകയാണ്. ഓരോ സെക്ഷനും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഒത്തിരി പ്രാർത്ഥനയോടെ, പ്രാർത്ഥനാ വിഷയങ്ങളോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവരുണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തന് കർത്താവ് ഒരിക്കലും മറുപടി തരാതിരിക്കത്തില്ല. നമ്മൾ കർത്താവിനേക്കാൾ കൂടുതൽ നമ്മുടെ വിഷയങ്ങൾ പലപ്പോഴും വലുതായി നമുക്ക് തോന്നാറുണ്ട്. കാരണം ഓരോ ജീവിത സാഹചര്യങ്ങളിൽ ഓരോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിനെ നമുക്ക് പലപ്പോഴും ചെറുതായി തോന്നാറും പ്രശ്നങ്ങൾ പലപ്പോഴും വലുതായിട്ട് തോന്നാറുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഹല്ലേലൂയ നമ്മൾ അനുസരിക്കാൻ തുടങ്ങി. വചനത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും അതൊന്നും കേൾക്കാതെ മനസ്സിലാക്കാതെ നമ്മുടെ അഭിപ്രായത്തിൽ, നമ്മുടെ ചിന്തയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും ജീവിതം തോൽവിയിലേക്കും നിരാശയുടെ വക്കിലേക്കുമായി മാറുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർക്ക് ചേർന്ന് പറയാൻ പറ്റും, കർത്താവേ നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ ഒരു കൃപ തരണം, നിന്നെക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിപ്പാൻ ഇടയാകല്ലേ? എത്ര പേർ ഇന്ന് രാത്രിയിൽ ആ ഒരു പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും? യേശുവേ നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. യേശുവേ അങ്ങേ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിപ്പാൻ ഇടയാകല്ലേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും ഞാൻ സ്നേഹിപ്പാൻ ഇന്ന് എത്ര പേര് ചേർന്ന് പറയാം, ഓ യേശുവേ അങ്ങേ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. യേശുവേ അങ്ങേ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും ഞാൻ സ്നേഹിപ്പാൻ ഇടയാകല്ലേ. അങ്ങേക്കാൾ വേറെയൊന്നിനെയും ഞാൻ സ്നേഹിപ്പാൻ ഇടയാകല്ലേ. ലോകത്തിൽ ഉള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിച്ചിടല്ലേ. ലോകത്തിൽ ഉള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിച്ചിടല്ലേ. ലോകവും അതിലുള്ളതൊക്കെയും മാഞ്ഞു പോകുന്നതല്ലയോ. ലോകവും അതിലുള്ളതൊക്കെയും മാഞ്ഞു പോകുന്നതല്ലയോ. ഇന്ന് രാത്രിയിൽ എത്ര പേര് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവേ അങ്ങ് സ്നേഹിപ്പാനുള്ളൊരു കൃപ എനിക്ക് തരണം. നമ്മൾ ഇപ്പോൾ പാടിയ വരികളിൽ പറഞ്ഞ പോലെ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിപ്പാൻ ഇടയാകല്ലേ. കാരണം ലോകവും അതിലുള്ളതൊക്കെയും മാറിപ്പോകുന്നത്, അതെല്ലാം മാഞ്ഞു പോകുന്നത്, അതെല്ലാം മായയാണ്. കർത്താവേ മായയല്ലാത്ത നിത്യമായ ആ സ്നേഹത്തെ സ്നേഹിപ്പാൻ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമെന്ന് എത്ര പേര് പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കും? ഇന്ന് പകലിൽ ന്യൂസ് പേപ്പറൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് കണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഡെലിവറി ബോയ്, അദ്ദേഹം ഒരു വീട്ടിലൊരു വ്യക്തി, അദ്ദേഹം ഐഫോൺ ഓർഡർ ചെയ്യാനിടയായി. ഐഫോണും കൊണ്ട് വന്ന ആ വ്യക്തിയെ, ആ ഡെലിവറി ബോയെ, അദ്ദേഹത്തിന് കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ ഡെലിവറി ബോയെ അദ്ദേഹം കൊല്ലുവാനിടയായി, കൊന്നിട്ട് ഐഫോൺ സ്വന്തമാക്കാനിടയായി. ഇന്ന് ലോകത്തിലുള്ള പലതും ഐഫോണിനും വേറെ പലതിനും വേണ്ടി സ്നേഹിക്കുമ്പോൾ, പലതിനെ കൊല്ലുവാൻ ആഗ്രഹിക്കുമ്പോൾ, മനുഷ്യർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാതിരിക്കുമ്പോൾ
കർത്താവ് അതൊരിക്കലും ദൈവികത്വമല്ല, അതിലെപ്പോഴും അതൊരു പൈശാചികത്വമാണ്. കാരണം കർത്താവ് ഒരിക്കലും മനുഷ്യനെ കൊല്ലുവാനൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. മനുഷ്യൻ എപ്പോഴും കഷ്ടതയിലായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം സ്നേഹത്തിൻ്റെ നിറകൂടമാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മറ്റുള്ളവരെ ദുഷിച്ചു പറയുവാനും മറ്റുള്ളവരെ മാറ്റി നിർത്തുവാനും മറ്റുള്ളവരെ വെറുക്കുവാനും ഒരിക്കലും ഇടയാകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ പാടിയതുപോലെ ലോകത്തിലുള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിപ്പാൻ ഇടയാകല്ലേ കർത്താവേ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്? യേശുവേ, അങ്ങേ കൂടാതെ അതിലപ്പുറമായി വേറെ ഒന്നിനെ സ്നേഹിപ്പാൻ. അത് നമ്മുടെ മാതാപിതാക്കളെ ആയിരിക്കാം, ഭാര്യ ഭർത്താക്കന്മാരെ ആയിരിക്കാം, കുഞ്ഞുങ്ങളെ ആയിരിക്കും. ഇവിടെ പാടിയതുപോലെ അതെല്ലാം ലോകത്തിൽ മാറിപ്പോകുന്നതാ. പക്ഷെങ്കിൽ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണ് യേശുവായിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ എത്ര പേര് ആ സ്നേഹത്തോട് അടുത്തു വരാൻ ആഗ്രഹിക്കുന്നു? ലോകത്തിൽ ഉള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിച്ചിടല്ലേ. ലോകത്തിൽ ഉള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിച്ചിടല്ലേ. ലോകവും അതിലുള്ളതൊക്കെയും മാഞ്ഞു പോകുന്നതല്ലയോ. ലോകവും അതിലുള്ളതൊക്കെയും മാഞ്ഞു പോകുന്നതല്ലയോ. ആമേൻ. യേശുവേ, അങ്ങേ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. യേശുവേ, അങ്ങേ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാൻ ഇടയാകല്ലേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാൻ ഇടയാകല്ലേ. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. യേശുവേ, അങ്ങേക്കാൾ വേറെ ഒന്നിനെ സ്നേഹിപ്പാൻ ഇടയാകൽ. വചനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, യൂദാസ് യേശുവിനെ ഉറ്റിക്കൊടുക്കാനുള്ള മെയിൻ കാരണം അദ്ദേഹത്തിന് ആ പണത്തിനോടുള്ള ഒരു ആർത്തി കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ പക്ഷെങ്കിൽ ആ പണവും മേടിച്ചുള്ള തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നത് ഒരു കയറിൽ തൂങ്ങുകയോ കണ്ടത്. ഈ ലോകത്തിലുള്ള പലതിനെയും ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ അവസാനിക്കും. പക്ഷെങ്കിൽ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർ, ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്നവർ, കർത്താവിനെ നിങ്ങളൊന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത വരത്തില്ലെന്നല്ല, ബുദ്ധിമുട്ടുകൾ വരത്തില്ലെന്നില്ല, പ്രയാസങ്ങൾ വരത്തില്ലെന്നില്ല, നിന്ദകൾ വരത്തില്ലെന്നല്ല. പക്ഷെങ്കിൽ ഇതിലെല്ലാം പിടിച്ചു നിൽക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിപ്പാൻ ഇടയാകല്ലേ കർത്താവേ. സ്നേഹത്തിനിടയനാം യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ. നിത്യനാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. ചേർന്ന് പാടാം. സ്നേഹത്തിനിടയനാം യേശുവേ, വഴിയും സത്യവും നീ മാത്രമേ. നിത്യനാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരും ഇല്ല. യേശു ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. ചേർന്ന് വിളിക്കാം. യേശുനാഥ, യേശുനാഥ, ഞങ്ങൾക്കു നീയല്ലാതാരുമില്ല. യേശുനാഥ, നീയല്ലാതാരുമില്ല.
പാടുകൾക്കായി ജീവൻ വെടിഞ്ഞതും പാടുകൾ പെട്ടതും ആർനായക നീയല്ലാതാരും ഇല്ല. ചേർന്ന് വിളിക്കാം യേശുനാഥ. പാപത്തെയും പോക്കിടുവാൻ സർവ ശാപത്തെയും കോപാഗ്നിയും കെടുത്തിടാൻ കർത്താവ് നീയല്ലാതാരും ഇല്ല. എൻ്റെ യേശുവെ പോലെ ആരുമില്ല. നീക്കിടുവാൻ സർവ പാപത്തെയും പോക്കിടുവാൻ സർവ ശാപത്തെയും കോപാഗ്നിയും കെടുത്തിടാൻ കർത്താവ് നീയല്ലാതാരും
പ്രാർത്ഥന കേട്ട് മറുപടി തരാത്ത ഒരു വ്യക്തിയോടല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. എന്റെ കണ്ണുനീരിനെ കണ്ടു മറികടക്കുന്ന ഒരാളെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങളുടെ വേദനകൾ കണ്ട് ഞങ്ങളെ കുറ്റം പറയുന്ന, ഞങ്ങളെ കുറ്റം വിധിക്കുന്ന, ഞങ്ങളെ പരിഹസിക്കുന്ന ഒരു വ്യക്തിയല്ല ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്റെ പാപത്തിന്, നമ്മുടെ ഓരോരുത്തരുടെ പാപത്തിന്റെ പരിഹാരത്തിന് ഈ ഭൂമിയിൽ ആരും ചെയ്യാത്ത ഒരു ഹല്ലേലൂയ കാര്യം അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഊറ്റി തന്ന കർത്താവ്. ആ സ്നേഹം ക്രൂശിൽ തെളിഞ്ഞപ്പോൾ ഹല്ലേലൂയ അവൻ മരിച്ച് ഹല്ലേലൂയ അടക്കപ്പെട്ട് കല്ലറയിൽ കിടക്കുകയല്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ഇന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് ഇന്ന് പക്ഷവാദം ചെയ്യുന്നു. അതെ, ഓ ദൈവ മഹത്വത്തിൽ താൻ വരുമ്പോ ജീവ കിരീടത്തെ താൻ തരുമ്പോൾ അപ്പോഴും ഞങ്ങൾ പാടിയിടും നാഥാ, നീയല്ലാതാരും ഇല്ല. ദൈവ മഹത്വത്തിൽ താൻ വരുമ്പോൾ ജീവ കിരീടത്തെ താൻ തരുമ്പോൾ അപ്പോഴും ഞങ്ങൾ പാടിയിടും നാഥാ, നീയല്ലാതാരും. ചേർന്ന് വിളിക്കാം യേശുനാഥാ, പോലെ ആരുമില്ല. യേശുവിനെ പോലെ പകരം വെക്കാൻ ആരുമില്ല. ഞങ്ങൾക്കു നീയല്ല ആരുമില്ല. യേശു തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാ. തലമുറ തലമുറയാ തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹം എന്തുള്ളൂ. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ് മോശ. എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ്. തന്റെ ജനന സമയത്ത് ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, ഞാങ്ങണപ്പെട്ടിയിലൊക്കെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒളിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് ഫറവോൻ തൻ്റെ നിയമങ്ങൾ പറഞ്ഞപ്പോൾ തൻ്റെ പ്രായമുള്ള ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ അതെങ്ങനെയാണ്? വെറുതെ അല്ല, നൈൽ നദിയിൽ എറിഞ്ഞു കളയുകയാണ്. മോശയുടെ ജീവിതം പരിശോധിച്ച് കഴിഞ്ഞാൽ മോശയ്ക്കും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതാണ്. പക്ഷെങ്കിൽ തൻ്റെ മാതാപിതാക്കള്
അവനെ മരണത്തിനും വിട്ടുകൊടുക്കാതെ സുരക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചേക്കുക. പക്ഷെങ്കിൽ ആ ഒരു ഒളിപ്പീരൊക്കെ കഴിഞ്ഞ് അതൊക്കെ മാറി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ മാതാപിതാക്കൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, അനേക കുഞ്ഞുങ്ങളെ അവരോർത്ത് ഭാരത്തോടെ പ്രയാസത്തോടെ കഴിയുന്നുണ്ട്. പാപത്തിൽ പോകാതെ, നാശമായി പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, ലോകത്തിന് അടിമകളായി തീരാതെ അവരെ ഒളിപ്പിച്ച് പ്രാർത്ഥനയോടൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെങ്കിൽ അതെല്ലാം പൊട്ടിച്ചുകൊണ്ട് പ്രയാസങ്ങൾ കഠിനമാകുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ മുഖേനയുള്ള ഭാരങ്ങൾ, പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും വിട്ടുപോകാറുണ്ട്. മോശയുടെ ജീവിതത്തിൽ നമ്മൾക്കത് അത് താരതമ്യം ചെയ്ത് നോക്കി അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അപ്പൻ്റെ അമ്മയുടെ സംരക്ഷണത്തിൽ നിന്ന് താൻ ആ നദിയിലേക്ക് പോവുകയാണ്. ഞാൻ അങ്ങനെ പെട്ടിക്കകത്ത് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. പക്ഷെങ്കിൽ വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. നിങ്ങളുടെ തലമുറയോർത്ത് ദൈവം ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ഓർത്ത് ഒത്തിരി വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങളോടെ വളർന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കൊട്ടാരത്തിൽ മോശ മാത്രമേ ഉള്ളൂ. ആ നൈൽ നദിയിൽ നശിച്ചു പോകേണ്ടത് നമ്മൾ ഇപ്പോൾ പറയുന്ന പോലെ ചില ആൾക്കാരൊക്കെ ചില കുഞ്ഞുങ്ങളെ നോക്കി പറയാറുണ്ട്, അവൻ ആ പിള്ളേരെ പോലൊക്കെ തന്നെ, അവൻ അവിടെ അങ്ങനെയൊക്കെ പോകത്തേ ഉള്ളൂ. അവൻ്റെ വീട് കണ്ടില്ലേ, അവൻ്റെ കുടുംബം കണ്ടില്ലേ. നമ്മുടെ കുടുംബവും വീടും ഒക്കെ നോക്കി ആൾക്കാർ നിങ്ങളുടെ സ്വഭാവങ്ങളെ നോക്കി കുറ്റം വിധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ നമ്മളിപ്പോൾ പാടിയ പോലെ തലമുറയായി കരുതുന്ന ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആകുലവേളകളിൽ എനിക്ക് ആശ്വാസമായി കടന്നു വരാൻ അത് യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. ഫറവോന്റെ പുത്രിക്ക് ഒരു കാര്യവുമില്ല, മോശ എടുത്ത് വളർത്തേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, കർത്താവ് ഒരു വ്യക്തിയെ ശത്രുവിന്റെ പാളയത്തിൽ മേശ ഒരുക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാ. ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലവർക്ക് അത് നമുക്കറിയാം, നമുക്ക് ഒരു സമയമാകുമ്പോൾ എല്ലാവരുടെയും അവസ്ഥകൾ മാറുമെന്നറിയാം. പക്ഷെങ്കിൽ ഞാൻ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറയുന്നു, യേശുവിനെ കൂടാതെ ഒരു മനുഷ്യന്റെ അവസ്ഥകൾ മാറത്തില്ല. നീ യേശുവിനെ സ്വന്തമാക്കിയാൽ നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരും, നിന്റെ രോഗത്തിന് വിടുതൽ വരും. ചില വ്യക്തികൾ കടബാധ്യത മാറാൻ വേണ്ടി മാത്രം യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുന്നുണ്ട്. പക്ഷെ നീ യേശുവിനെ സ്വന്തമാക്കി അതൊക്കെ മാറും. പിന്നെ അതൊക്കെ നേടിയെടുത്താൻ കഴിഞ്ഞതിന് ശേഷം യേശുവിനെ വിട്ട് നീ ഓടിപ്പോകല്ല. ഹല്ലേലൂയ. കാരണം തലമുറയെ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. ഞങ്ങളൊക്കെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രയാസങ്ങളില്ലെന്നല്ല, ഇതൊക്കെ ഇട്ടിട്ട് പോകേണ്ട അവസ്ഥകൾ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെ എല്ലാം പിടിച്ചു നിന്നതുകൊണ്ട് ഒരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത് കർത്താവ് കൊണ്ട് നിർത്തിയിരിക്കുക. കാരണം കർത്താവിന്റെ സാക്ഷ്യം, ഹല്ലേലൂയ, ദൈവ ജീവിതത്തിൽ ചെയ്തു തന്ന സകല ഉപകാരങ്ങളെയും മതിമറന്ന് ജീവിക്കാനുള്ളതല്ല, മറിച്ച് കർത്താവിനെ എവിടെല്ലാം ഉയർത്താൻ പറ്റുമോ അവിടെല്ലാം ഈ ചെറുപ്രായത്തിൽ ഉയർത്തുവാൻ കർത്താവ് അടിയനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട്, നമ്മളിവിടെ ഈ പാട്ട് പാടിയപ്പോൾ എനിക്കത് പറയണമെന്ന് തോന്നി. ഇവിടെ ഈ സ്റ്റേജിൽ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ സഹോദരനെ പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. കാരണം ജനന സമയത്ത് അവൻ ഒത്തിരി പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അത് റിപ്പീറ്റ് ചെയ്യുമല്ല, ഞാനത് ജീവിതത്തിൽ ഞങ്ങൾ അവനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു രീതിയിലും അവൻ മുമ്പോട്ട് വരത്തില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഒരു രീതിയിലും ഒത്തിരി പ്രയാസത്തിലൂടെ കടന്നുപോയി. കാരണം മാനുഷികമായി ഒത്തിരി വ്യക്തികൾ പറഞ്ഞ് അവനെ നോർമൽ സ്കൂളിലൊന്നും കൊണ്ടുവിടല്ലേ, ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ അവനെ വിടാവൂ. കാരണം എവിടെയെങ്കിലും കൊണ്ടു ചെന്നാൽ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒത്തിരി പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. പലരും കളിയാക്കാൻ തുടങ്ങുന്നുണ്ട്. എൻ്റെ മാതാപിതാക്കളെ കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. പ്രാർത്ഥനയ്ക്കൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ അടങ്ങിയിരിക്കത്തൊന്നുമില്ല, വെളിയിൽ ഇറങ്ങി ഇതിലൊക്കെ നടക്കും. പക്ഷെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം തന്ന കുഞ്ഞാണെങ്കിൽ അവനെ പുലർത്താൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഒത്തിരി ഞാൻ ഇവിടെ സാക്ഷ്യം പറഞ്ഞ പോലെ അവൻ്റെ 1ാം ക്ലാസ് 2ാം ക്ലാസ് അവൻ്റെ 10 +2 അവൻ്റെ കോളേജ് പഠനം, ഇതൊക്കെ ദൈവം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാണ്. കാരണം ഇവിടെ പറഞ്ഞുകൊണ്ട് തലമുറയായി കരുതുന്ന ദൈവമേ, നിന്റെ സ്നേഹത്തിന്റെ ആഴം ആർക്കും വർണ്ണിക്കാൻ പറ്റും? ആർക്കും വർണ്ണിക്കാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ. കാരണം നമുക്ക് തുറക്കുന്ന വാതിൽ അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. പിശാച് പല വാതിൽ നമുക്ക് വേണ്ടി അടയ്ക്കും. പക്ഷെങ്കിൽ ആ സമയം സ്വർഗത്തിൽ നിന്നൊരു വാതിൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. ഞാൻ ഈ സാക്ഷ്യം പറയുമ്പോൾ ഇത് മരിച്ച് മണ്ണടഞ്ഞു പോയ ഒരു സാക്ഷ്യമല്ല ഞാൻ പറയുന്നത്. ഇന്ന് കണ്ട് അവൻ അവിടെ വന്ന് പുറകെ അടങ്ങിയിരിപ്പുണ്ട്, ഒതുങ്ങി അവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇന്ന് എൻ്റെ കൂടെ മീറ്റിങ്ങിന് അവിടെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഷെറിനൊന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഇന്ന് എൻ്റെ കൂടെ അവിടെ പുറകിൽ ഇവിടെ വന്ന് ഇരിപ്പുണ്ട് മീറ്റിങ്ങിന്.
ഇന്ന് പല വേദികളിലും അവനോടൊപ്പം ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കുന്നു. നമ്മൾ പറഞ്ഞതുപോലെ മന്ദബുദ്ധി എന്ന് ലോകം പറയുന്നതിനെ, ബുദ്ധിഹീനൻ എന്ന് ലോകം പറയുന്നതിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വിലയേറിയൊരു പാത്രമായി പുറത്തിറക്കും. ഒന്ന് ചേർന്ന് പാടാമോ? തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കും വർണ്ണിക്കാൻ പറ്റത്തില്ല ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, ആർക്കും. അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തോടെ ഈ ചെറുപ്രായത്തിൽ കർത്താവിനെ ഇവിടെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. ലോകത്തിൽ ആർക്കും തരാത്ത ഒരു സന്തോഷം, സമാധാനം, സ്വസ്ഥത ഇത് തരാൻ പ്രശ്നങ്ങളില്ലെന്നല്ല, കടവില്ലെന്നല്ല, ബുദ്ധിമുട്ടുകളില്ലെന്ന്. പക്ഷെങ്കിൽ ഇതിലെല്ലാം നിലനിന്ന് പോകാൻ കർത്താവ് ഉള്ളത് കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ പല വഴികളും നേടാറുണ്ട്, പല വഴികൾ. കാരണം കർത്താവിനെ കൂടാതെ ഏത് വഴിയിലൂടെ പോയെന്ന് പറഞ്ഞാൽ കർത്താവ് പിടിച്ച് ഇവിടെ കൊണ്ടുവരും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യം അറിയുന്നത് അത് യേശു മാത്രമാണ്. ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമോ? ഒന്ന് ചേർന്ന് പാടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവർണ്ണീച്ചിടാം. തലമുറ തലമുറയാ തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കുവർണ്ണീ. കർത്താവിനോടൊന്ന് ചോദിക്കാമോ? നീ എന്നെ സ്നേഹിപ്പാൻ, നീ എന്നെ സ്ഥാനങ്ങൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആയിരം ആയിരം നാവുകളാ അത് വർണ്ണിപ്പാതിൻ എഴുതോ, ആയിരം ആയിരം നാവുകളാ അത് വർണ്ണിപ്പാതിൻ എഴുതോ. കർത്താവ് ചെയ്ത സകല ഉപകാരങ്ങൾക്കൊന്ന് നന്ദി കരയറ്റാമോ? എപ്പോഴും കുറവുകൾ വരുമ്പോഴും വേദനകൾ വരുമ്പോൾ അത് മാത്രം പൊക്കിക്കൊണ്ട് നിൽക്കാതെ, കടബാധ്യത വരുമ്പോൾ അത് മാത്രം ഉയർത്തി കാണിക്കാതെ, ഈ നിമിഷം യേശുവിനെ ഒന്ന് ഉയർത്തി കാണിക്കാമോ? വേദനകൾ ഇല്ലാത്തവരല്ല, ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരല്ല, നിങ്ങളുടെ വേദന യേശു അറിയുന്നുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ നിന്നാന്ന് അറിയത്തില്ല, പക്ഷെ എല്ലാ വേദനകളും അറിയുന്ന ഒരു കർത്താവുണ്ട്. പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നു, എന്തതിശയമേ ദൈവത്തിന്റെ സ്നേഹം, എത്ര മനോഹരം. അത് പലതിലും നമ്മൾ മുമ്പേ പറയാൻ പറ്റില്ല, അത് വർണ്ണിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ജീവിതത്തിൽ ചെയ്ത എല്ലാ ഉപകാരങ്ങളും, എല്ലാ സ്നേഹോപകാരങ്ങളെയും ഓർത്തുകൊണ്ട് ആ കരങ്ങളെയൊക്കെ ചേർത്തടിച്ച് അല്പസമയം നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. കരങ്ങളെല്ലാം ശക്തിയോടെ ചേർത്തടിച്ച് യേശുവിന്റെ നാമത്തിൽ യേശുവേ അങ്ങേക്ക് നന്ദി കർത്താവേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ
എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ അതു ചിന്തയിലടങ്ങാം സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ ചെറുവാടാം എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര
അതു വർണ്ണിപ്പാതിൻ എഴുതോ. ആയിരമായിരം നാവുകളാൽ അതു വർണ്ണിപ്പാതിൻ എഴുതോ. 10,000 ഒരംശം ചൊല്ലിടുവാൻ പാരില സാധ്യമാവോ. എന്തതിശയമേ, എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം